ഹലോ ഗൈസ്, വെറുതെ ഇരുന്നപ്പോൾ ഞാനും ഡാവിക്കുട്ടനും ലൈറ്റ് കാണാനെന്നും പറഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പാപ്പനും അപ്പാമ്മയും അമ്മാമ്മയും ഡാഡി എല്ലാവരും കൂടി വലകെട്ടിന് പെറുക്കാൻ പോയേക്കുകയാണേ. അപ്പം ഞങ്ങളിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിട്ട് ഞങ്ങൾക്ക് ബോറടിച്ച് ഞങ്ങൾ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ബോറടിച്ചതല്ല കേട്ടോ, ഡാവിക്കുട്ടനെ എന്നെ ഇറക്കിയെന്ന് വേണം പറയാൻ. കാരണം ഇരിക്കുന്നില്ല അവനകത്ത്. അങ്ങനെ അവനെയും കൊണ്ടിങ്ങനെ റോട്ടിലിറങ്ങി ഇന്ന് കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാഡി വന്ന് ഞങ്ങളെ പൊക്കി വീട്ടിലോട്ടാക്കി കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ഇനി ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഈ അടുക്കി പിറക്കി ഒതുക്കി ലൈറ്റൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചൊക്കെ വെച്ചു. ഇതൊക്കെ തിരിച്ച് അതേപടി അഴിച്ചു വെക്കുന്നത് ഒരു 2 മണിക്കൂറത്തെ ടാസ്ക്കാണേ. രാത്രി നിന്ന് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതെല്ലാം ഇളക്കി പറിച്ചങ്ങോട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും അഞ്ഞു പിടിച്ച് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് സ്കൂളിലെ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട്, അഡ്മിഷന് വേണ്ടിയിട്ട് ആധാറിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം കേട്ടോ. അപ്പോൾ അതിന് വന്ന് നിൽക്കുന്നതാണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അങ്കീനെ വഴി വെച്ച് കണ്ടു കേട്ടോ. അപ്പോൾ അങ്ക ഫോൺ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നപ്പോൾ ഓൾറെഡി കണ്ടം വഴിയെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ഫോൺ മാറ്റിടിയെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു പെങ്ങളുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ പിണങ്ങുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഒരു ആത്മസുഖം. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം കുറ്റിയടിച്ച് പോസ്റ്റ് ചെയ്യുന്നു. അക്ഷയനെ പ്രാഗി കൊല്ലാൻ തോന്നി കേട്ടോ. അമ്മാതിരി പോസ്റ്റ് ചെയ്യുന്നു കേട്ടോ. വേറെ നിവൃത്തിയില്ലല്ലോ, എല്ലാവരും നമ്മളെ പോലെ തന്നെ നിൽക്കുന്നതാണ്. അങ്ങനെ അവസാനം നമ്മൾ വന്ന കാര്യം നടന്ന് ഭംഗിയായി തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അവിടെ നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.